എന്റെ ഉമ്മത്തിന്റെ അവസാന കാലക്കാർ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ കാണുമെന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ കാലത്ത് എന്റെ ഉമ്മത്തിൽ അവസാന കാലക്കാർ അവരുടെ മുൻഗാമികൾ കാണാത്ത പുതിയ രോഗങ്ങൾ കാണും. എന്താണ് കാരണമെന്ന് അവിടത്തിനോട് ചോദിക്കപ്പെട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുത്തഴിഞ്ഞ ലൈംഗികതയാണ് അതിന്റെ കാരണം. എപ്പോ പറഞ്ഞ സഹോദരങ്ങളെ, പാതിവൃത്യത്തിന്റെ ഏറ്റില്ലമായ സഹാബത്തിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഒരു മകൻ തന്റെ പിതാവിനെ ചീത്ത വിളിക്കുമെന്ന്. ഒരു മകൻ തന്റെ പിതാവിനെ ചീത്ത വിളിക്കുമെന്ന്. ഒരു മകൻ ഒരു പുത്രൻ തന്റെ പിതാവിനെ മാതാവിനെ ചീത്ത വിളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. അവർ ചോദിച്ചു, നബിയെ, മക്കൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന കാലം വരുമോ? ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, സഹാബത്തിന് മനസ്സിലായില്ല. അവർക്ക് നമ്മുടെ തന്നെ ബുദ്ധിമുട്ടായിരുന്നില്ല ആ കാര്യത്തിൽ. അവർ പറഞ്ഞു, നബി അങ്ങനെ ഉണ്ടാവുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരിട്ട് പറഞ്ഞാൽ വിഷമമുള്ളത് കൊണ്ട് നബി നമ്മളത് തിരുത്തി പറഞ്ഞു. എങ്ങനെ തിരുത്തിയെന്നറിയോ? ഞാൻ നിന്റെ പിതാവിനെ ചീത്ത വിളിക്കും, അപ്പോ നീ എന്റെ പിതാവിനെ ചീത്ത വിളിക്കും. അങ്ങനെയാണ്. ആ കാലം കഴിഞ്ഞല്ലോ, ആ കാലം കഴിഞ്ഞു. എത്രയോ മക്കളുടെ കയ്യിലുള്ള കത്തി കൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞു. എത്രയോ യുവാക്കൾ പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമ്പോ, പ്രേമത്തിന് പോയ മക്കളെ തടുത്തതിന്റെ പേരിൽ എത്രയോ മാതാപിതാക്കൾ കൊലക്കത്തിക്കിരയായി കഴിഞ്ഞു. വെറും ചാപലത്തിന്റെ അടിമകളായി നമ്മുടെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന 2024 സമ്മാനമാണത്. 2024 സമ്മാനമാണ്. 2025 പ്രവേശിക്കുമ്പോൾ ആഘോഷിക്കാൻ പോകുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് സമ്പാദിച്ചിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്? എന്ത് സമ്പാദിച്ചിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്? ഒരിക്കലും സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിനുൾപ്പെടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 700 കോടിയിൽ പരം മനുഷ്യർക്ക്, അല്ലെങ്കിൽ 2 കാലുള്ള ഈ ജീവിക്ക് ഒന്നും ആഘോഷിക്കാനില്ല എന്ന് മനസ്സിലാവുകയാണ്. നമ്മൾ ആലോചിക്കുക, ഇക്കഴിഞ്ഞ ആഴ്ച ബഷാറുൽ അസദ് എന്ന് പറയുന്ന ക്രൂരനായ ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ വാപ്പ, അവരും ഒരു അസദാണ്. 51 വർഷത്തെ അവരുടെ കിരാത ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സുന്നികൾ ഡമസ്കസ് കീഴടക്കിയപ്പോ, ഭൂമിയുടെ അടിത്തറയ്ക്ക് താഴെ അഥവാ ഭൂഗർഭ അറകളിൽ സർക്കാരിന്റെ നയങ്ങളെ, അനീതികളെ എതിർത്തുവെന്ന ഒറ്റ കുറ്റത്തിന്റെ പേരിൽ അടക്കപ്പെട്ട 10,000ങ്ങളെ മോചിപ്പിക്കാൻ സമയത്ത് സഹോദരങ്ങളെ, ഹിറ്റ്ലർ പോലും ചെയ്യാത്ത, ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി പോലും ചെയ്യാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂര കൃത്യങ്ങളുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കറുത്ത ചരിത്രങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്നും പൊങ്ങി വന്നത്. മനുഷ്യരുടെ രൂപത്തിൽ 2 കാലുകളുടെ രൂപത്തിൽ 51 വർഷം അസദ് കുടുംബം ഭരിച്ച ഷാം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ ഉയർത്തി പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഷാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഷാമിൽ പോയി താമസിക്കണം. ഷാം എന്നുള്ളത് സിറിയയുടെ മറ്റൊരു പേരാണ്. ഒരുപക്ഷെ കുറച്ച് വലുതായിരിക്കാം ചരിത്രത്തിൽ. ഇന്ത്യ തന്നെ നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ഇന്ത്യ ഇതല്ലായിരുന്നല്ലോ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയായിരുന്നു, പാകിസ്ഥാൻ ഇന്ത്യയായിരുന്നു, ശ്രീലങ്ക ഇന്ത്യയായിരുന്നു. ഇതൊക്കെ ഒരു കാലത്ത് ഇന്ത്യയായിരുന്നല്ലോ. അവിഭക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ കാലഘട്ടത്തിൽ ഷാം, അത് അവിഭക്ത ഷാമാണ്. അതിന്റെ ഒരു ഭാഗമാണ് സിറിയ എന്ന് പറയുന്നത്. അവരുടെ കാഫിർ അല്ല. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ബഷാർ എന്ന മുസ്ലിം പേരുള്ള ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കുന്ന, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂര കൃത്യങ്ങളുടെ പേറ്റന്റുകാരനായ ബഷാർ, അവനും അവന്റെ തന്തയും അവന്റെ പിതാവും കൂടി ചെയ്തു വെച്ച ക്രൂരതകൾ. സഹോദരങ്ങളെ, ജീവനുള്ള മനുഷ്യനെ പൊടിച്ചു കളയുന്ന യന്ത്രങ്ങൾ, ജീവനുള്ള മനുഷ്യനെ പ്രസ് ചെയ്ത് ചപ്പാത്തി പോലെ പരത്തുന്ന യന്ത്രങ്ങൾ. 1 അല്ല 9 അല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരെ അവന്റെ കിരാത ഭരണത്തിനുള്ള ബഷാർ എന്ന് പറയുന്ന ശീയായ ശൈത്താന്റെ ഭരണത്തിന്റെ ഉള്ളിൽ മാത്രം ഏകദേശം 25 ലക്ഷം പേരെയാണ് നമ്മുടെ മുസ്ലിങ്ങളായതിന്റെ പേരിൽ. അവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ മുസ്ലിമുകളാണ് എന്ന്? അമേരിക്കൻ പട്ടാളം ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ആ നാടിനെ കോളനിവൽക്കരിച്ചപ്പോ, അമേരിക്കന്റെ ഉത്തരവാദിത്തത്തിൽ അവിടെ ഉണ്ടാക്കിയ പാവ സർക്കാരിന്റെ തലപ്പത്ത് കൊണ്ട് ഇരുത്തിയത് ഷീഈ വിഭാഗത്തിലെ അലവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ്. അന്നത്തെ ന്യൂനപക്ഷമായ അലവികളുടെ പിൻഗാമികളാണ്
ബഷാർ അൽ അസദിന്റെ കുടുംബവും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഷീഇ എന്ന വൃത്തികെട്ട പ്രസ്ഥാനം. ആലോചിച്ചു കൊള്ളണം, കേരളത്തിൽ പോലും ഷിയാക്കൾക്ക് അവിടെ ഇവിടെയും വേറുള്ള കാലത്തേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷിയ എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന ജൂതനായ ഇസ്ലാമിന്റെ മുഖ്യ ശത്രു നിർമ്മിച്ചെടുത്ത ഇസ്ലാമിലെ തന്നെ അവാന്തര വിഭാഗം എന്ന് പലരും പരിചയപ്പെടുത്തുന്ന, എന്നാൽ കുഫാറുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷിയാക്കൾ ലോകത്തുണ്ടാക്കുന്ന കുഴപ്പത്തിന് ചരിത്രം തുറന്ന് വായിച്ചാൽ സഹോദരന്മാരെ വായിച്ചു തീർക്കാൻ സാധിക്കാത്ത ക്രൂരതകളാണ് ലോകത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അഹ്ലു സുന്നത്തിനോട്. അവര് ഇന്നും നമ്മൾ പറയാം അവര് മുസ്ലിങ്ങളാണ്. എവിടെയാ അവർ മുസ്ലിങ്ങളാണ്? ഒരു മുസ്ലിം ഉമ്മത്തെ അന്തകരാണ്. മുസ്ലിം ഉമ്മത്തിന്റെ അന്തകർ ഇവിടെ മാത്രമോ? ഇറാനിൽ എന്തെല്ലാമോ കാണിച്ചു വെച്ചു, ഇറാഖിൽ എന്തെല്ലാമോ കാണിച്ചു വെച്ചു, ഫലസ്തീനിൽ എന്തെല്ലാം കാണിച്ചു വെച്ചു. സഹോദരങ്ങളെ, ഇത്ര ലക്ഷങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ചരിത്രം ഇങ്ങനെ നീണ്ടുപോകുന്ന സമയമുള്ള അപേക്ഷ പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സിലാക്കാൻ ശരിക്കും പഠിക്കണം. അതുകൊണ്ട് ആഘോഷിക്കാറുള്ളതല്ല ജീവിതം. ജീവിതം വിലയിരുത്താനുള്ളതാണ്. 2024 ഒരു വർഷം കടന്നു പോകുമ്പോ 2025 വക്കീലെത്തി നിൽക്കുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലത്തോടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. അല്ലാഹു തന്ന ഏത് നിയമത്തും പിൻവലിക്കപ്പെടാനുള്ള കാരണങ്ങൾ ഹദീസിൽ നമുക്ക് കാണാം. ഭൂമി അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, ആകാശം പടച്ചവന്റെ അനുഗ്രഹമാണ്, മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു വന്നല്ലോ, ആഫിയത്ത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. മക്കള് 4 കാലും കട്ടിലിന്റെ 4 കാലിലും പിടിച്ചിട്ട് മാറ്റി കിടത്തുന്ന സമയമാകുമ്പോഴാണ് പിതാവ് ചിന്തിക്കുന്നത്, ആ വലിയ അനുഗ്രഹമായിരുന്നല്ലോ ഈ ആഫിയത്ത്. രാവിലെ സുബഹി മുതൽ വിളിച്ചു, മകനെ ബാ എന്നെ ഒന്ന് ഉയർത്തിയിരുത്ത്, ഒന്ന് എണീപ്പിച്ചിരുത്ത് എന്ന് പറയാൻ ഒരു പിതാവ് മകനെ വിളിച്ചു. 7:30 മണിയായപ്പോ മകൻ വന്നു. 7:30 മണിയായപ്പോ 6 മണിക്ക് വിളിച്ചു തുടങ്ങിയ മകൻ 7:30 മണിയായപ്പോ ശയ്യാവലംബിയായ പിതാവിനെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്താൻ വേണ്ടി വന്നു. അപ്പൊ പിതാവിന്റെ മൂത്രം പോയി കഴിഞ്ഞു. മൂത്രമൊഴിക്കാനാണ് പിതാവ് ആവശ്യപ്പെട്ടത്, സ്വന്തമായി എഴുന്നേക്കാൻ കഴിയില്ല. 7:30 മണിയായപ്പോ വന്ന പിതാവ് മകൻ നോക്കുമ്പോ പിതാവ് മൂത്രം ഒഴിച്ചു കിടക്കുകയാണ്. പിതാവിനെ മകൻ ചീത്ത വിളിക്കുകയാണ്. ഒരിക്കൽ ആ അയാളുടെ ബന്ധു എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ്. അപ്പൊ പിതാവ് പറഞ്ഞു, നീ ഇനി എന്നെ എണീപ്പിക്കാൻ വേണ്ടി വരണ്ട. സാധനങ്ങളെ ആ സമയത്തല്ല ആലോചിക്കേണ്ടത് ആഫിയത്ത് എത്ര വലിയ നിയമത്താണ്. ഇപ്പൊ ആലോചിക്കണം, ഓടി നടക്കുമ്പോ വീടുന്ന സമയം വരുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ സമയത്തെ പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിനായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു തന്നതുപോലെ അതിനേക്കാൾ വലിയ ഭാഗ്യവാൻ ലോകത്തില്ല. എന്തെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ട് ആരെങ്കിലും നന്നാക്കാമെന്ന് പ്രതീക്ഷിച്ചാൽ, എന്റെ പിതാക്കന്മാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാലഘട്ടം മോശമായതുകൊണ്ട് മാറിയതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, സമ്പത്തുള്ള മാതാപിതാക്കളുടെ മക്കൾ അടിക്കുന്നത് പോലെ പാവപ്പെട്ടവന്റെ മക്കൾ അടിക്കാറില്ല. സമ്പത്തുണ്ടാക്കി വെച്ചിട്ട് സുഖമായി ജീവിച്ചുകൊള്ളുമെന്ന് എന്ന് വിചാരിച്ച് ഖബറിൽ കിടക്കുന്ന പിതാവിന്റെ അസ്വസ്ഥത പോലെ ഒന്നുമില്ലാത്തവനായി ആഖിറത്തിലേക്ക് യാത്രയായി പിതാവ് അസ്വസ്ഥനല്ല. അവർ സമാധാനത്തിലാണ്. നമ്മൾ വിചാരിച്ചത് പണം ഉണ്ടാക്കി വെച്ചാൽ സമാധാനം ഉണ്ടാകും. സഹോദരങ്ങളെ, പണക്കാരന്റെ മക്കൾക്കിടയിൽ നടക്കുന്ന അന്തഛിദ്രതയും ഭിന്നിപ്പും നിങ്ങളെ കണ്ടാൽ, ഞങ്ങൾക്ക് നിങ്ങൾ കേട്ടാൽ എത്രയാ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം സംഭവങ്ങളാണ്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഈ പണം എന്ന വസ്തുവിന് വേണ്ടി. സ്വന്തം മക്കൾ, പിതാവിന്റെ മക്കൾ, മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്ന മക്കൾ, മരിച്ചു കിട്ടാൻ അമ്പലത്തിൽ പോകുന്ന മക്കൾ, അത്ത എഴുതി കൊടുക്കാത്തോട് ഞാൻ ആളെ എന്ന് പറയില്ല, ചോദിച്ചോട് വരികയേ വേണ്ട. അത്ത മരിച്ചു കിട്ടാൻ സമ്പത്ത് കിട്ടാത്തത് കൊണ്ട് പൂജാരികളുടെ മക്കളെ എനിക്കറിയാം. അവരെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ഇതൊക്കെ മറച്ചു വെക്കാൻ കഴിയും എനിക്ക്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പണസമ്പാദ്യമല്ല നമ്മുടെ ലക്ഷ്യം. ഇത്തരം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ച് ബാക്കിയാക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി, എന്റെ ഖബറിന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ പൊട്ട ലോകത്താരും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞു, 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫലപ്പെടുക. മരിച്ചാൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫലപ്പെടും. ഒന്ന് സദഖ ജാരിയയാണ്. ജീവിതകാലത്ത് നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ ദിർഹവും, ഓരോ പണവും, ഓരോ രൂപയും
ആഖിറത്തിൽ നിങ്ങൾക്ക് ബാക്കിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. രണ്ടാമത്തത് നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അറിവാണ്. നിങ്ങളെ പഠിപ്പിച്ചു, അയാൾ വേറൊരാളെ പഠിപ്പിച്ചു, അയാൾ 100 പേരെ പഠിപ്പിച്ചു, 100 പേര് 1000 പേരെ പഠിപ്പിച്ചാൽ ആദ്യത്തെ അധ്യാപകന്റെ ഖബറിലേക്ക് ഈ 1000ങ്ങളുടെ പ്രതിഫലവും വന്നെത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എല്ലാവർക്കും കഴിയില്ലല്ലോ, എല്ലാവർക്കും കഴിയില്ലല്ലോ. അത് കഴിയുന്നവർക്ക് ഇത് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്തവർക്ക് അത് കഴിയും സഹോദരങ്ങളെ. രണ്ടാമത്തത്, മൂന്നാമത്തത് നമ്മൾക്കറിയാമല്ലോ, സാലിഹായ സന്താനം. സാലിഹായ സന്താനം എന്താ? സാലിഹ് എന്ന് പറഞ്ഞാൽ വലിയ ബംഗ്ലാവുള്ള സന്താനം, കൂടിയ കാറുള്ള സന്താനം, ആർഭാടത്തിൽ ജീവിക്കുന്ന സന്താനം എന്നല്ല. അള്ളാഹുകാരന്റെ സന്താനം, മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞ സന്താനം, അവരുടെ മഹത്വം മനസ്സിലാക്കിയ സന്താനം, കടമകൾ പൂർത്തിയാക്കി ജീവിച്ച സന്താനം, ഖബറിലേക്ക് വന്ന് സലാം പറയുന്ന സന്താനം. മരണപ്പെട്ടു പോയ അത്താനെ പൂർണ്ണമായി മറന്നു പോവുകയല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയിട്ട് എന്റെ പിതാവേ അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ മനസ്സിൽ കാണിക്കുന്ന സന്താനം. ഏറ്റവും ചെറുതാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ പുറത്തേക്ക് ആഘോഷവേളകളിൽ, പിതാവില്ലാത്ത ആഘോഷവേളകളിൽ ആഘോഷങ്ങൾക്ക് വേണ്ടി ആയിരങ്ങൾ ചെലവഴിക്കുന്നതിന് മുമ്പേ എന്റെ അത്താഴ ഖബറിലേക്ക് ഒരു 10,000 രൂപ എന്ന് പറഞ്ഞ് സാധുവിനെങ്കിൽ കൊടുക്കുന്ന സന്താനം. എത്രയോ മാർഗങ്ങളുണ്ട്. എത്രയാ കല്യാണത്തിലൊക്കെ പൊടിച്ചു മാറി വേസ്റ്റ് കൊട്ടെ കളയുന്നത്. മാതാപിതാക്കൾ ഓർക്കാറുണ്ടോ? സഹോദരങ്ങളെ മരണപ്പെട്ടു പോയ ആരെ പ്രീതിപ്പെടുത്താൻ, ആരുടെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മാതാവും പിതാവും ഖബറിൽ വിഷമത്തി കിടക്കുകയാണ്. മക്കളൊന്നും തരുന്നില്ല, മക്കളൊന്നും തരുന്നില്ല. ഒരു പൈസയും മുടക്കാത്ത ഒരു പ്രാർത്ഥന മാത്രമല്ല, പണം മുടക്കിയുള്ള ദാനധർമ്മങ്ങളൊക്കെ അതുകൊണ്ട് ചെയ്യാം. ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കും, മറ്റുള്ളവർ നമുക്ക് വേണ്ടി സമ്പാദിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ വിട്ടേക്ക്. ആ കാലവും പോയി, അതും പോയി, അപ്പൊ അതുമില്ല. ശരിക്കാലൊക്കെ സഹോദരന്മാർ, അതുകൊണ്ട് ലോകം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെയാണ്. ലോകം ഇങ്ങോട്ട് പൊയ്ക്കോട്ടെ, നമുക്ക് റൂട്ടുണ്ടല്ലോ കൃത്യമായി പോകാൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ സഹോദരന്മാർ ദുആയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞത് അതുകൊണ്ടാണ്, സന്താന ലബ്ധിക്ക് വേണ്ടി, സാലിഹായ കുഞ്ഞുങ്ങൾ കിട്ടാൻ വേണ്ടി അല്ലാഹു സഹോദരന് സാലിഹായ സന്താനങ്ങൾ നൽകുമാറാവട്ടെ.